മരിച്ചുപോയ സഹോദരൻ ദീപക്കിന് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും ഒരുവിധം എല്ലാവരും ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് പ്രയത്നിക്കേണ്ടതെന്ന് തന്നെ പറയാം. യൂട്യൂബിലാണെങ്കിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും ഒക്കെ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടും ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് മരിച്ചുപോയ സഹോദരൻ്റെ വീട്ടുകാർക്കും കുടുംബത്തിനും വേണ്ടിയിട്ട്. പക്ഷേ ഇത് എത്രത്തോളം സക്സസ് ആവും എന്നുള്ളതൊന്നും ഒരു വിശ്വാസമില്ല. കാരണം ഇതിനു മുമ്പും ഇതുപോലെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് നമ്മളെല്ലാവരും ഇതുപോലെ പ്രതികരിച്ചിട്ടുണ്ട്. പക്ഷെ എന്താ, ഒരാഴ്ച കഴിയുമ്പോഴേക്കും എല്ലാവരും പോലീസുകാരാണെങ്കിലും നിയമമാണെങ്കിലും എല്ലാം അത് അതിൻ്റെ വഴിക്ക് പോകുക എന്നല്ലാണ്ട് ഒരു വിചാരിച്ച പോലെയുള്ളൊരു ശിക്ഷയൊന്നും ഇങ്ങനെയുള്ള പ്രതികൾക്കൊന്നും കിട്ടിയിട്ടേ ഇല്ല. അതുപോലെ ഇതും പോവുമെന്നാണ് വിഷമം. കാരണം ഇപ്പോൾ ആ എന്താ പറയുക, അതിനെ താടകയെന്ന് തന്നെ വേണം വിളിക്കാൻ, പിശാച്, അതിപ്പോൾ ഇവിടെ ഇല്ല, അത് മുങ്ങിയിരിക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് മുങ്ങണം എന്നുണ്ടെങ്കിൽ അവളെ കാണാനില്ല, അവളെ എവിടെ പോയിരിക്കണമെന്ന് പറയണു. അപ്പോൾ ഇപ്പോൾ അവൾ സ്ഥലം വിടണം എന്നുണ്ടെങ്കിൽ അത് സഹായിക്കാൻ ആരെങ്കിലും വേണമല്ലോ. അപ്പോൾ അവളെ സഹായിക്കാനും ആൾക്കാരുണ്ട്. ഇനിയിപ്പോൾ അവൾ വരുമ്പോഴേക്കും കേസും അതുപോലെ നമ്മുടെ ഈ ഒരു സോഷ്യൽ മീഡിയയിലുള്ള ഈ കാര്യങ്ങളെല്ലാം ഒന്ന് ചൂടാറും. അത് കഴിഞ്ഞ് അവൾ പതുക്കെ പുറത്തിറങ്ങും. പിന്നെ അവൾ പണ്ടത്തെ പോലെ ഇതുപോലെ സെൽഫിയും പൊക്കി പിടിച്ച് നടക്കുന്ന തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ദീപക്കിനെ പോലെയുള്ള ആൾക്കാർ ഇനിയും നമ്മുടെ കേരളത്തിൽ ഉണ്ടാവരുത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും പ്രയത്നിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു കേസെങ്കിലും ഇങ്ങനെ തട്ടിമുട്ടി പോവാതെ ഇതിനെങ്കിലും ഒരു കടുത്ത ശിക്ഷ അവൾക്ക് കൊടുക്കണം എന്ന് പറയുക. പിന്നെ അതുപോലെ ആകെ ആ ഒരു കുടുംബത്തിൻ്റെ അമ്മയ്ക്കും അച്ഛനും ഉള്ള ആകെ ഒരു ആശ്രയം എന്ന് പറയുന്നത് ആ ഒരു മകനായിരുന്നു. ആ മകനാണ് മരിച്ചു പോയിരിക്കുന്നത്. ശരിക്കും ഈ പെണ്ണിൻ്റെ സ്വത്തെല്ലാം എടുത്ത് കണ്ടുകെട്ടിയിട്ട് അവരുടെ കുടുംബത്തിന് കൊടുക്കണം ശരിക്കും പറഞ്ഞാൽ. കാരണം ഈ ഒരു പെണ്ണ് കാരനാണ് ആ ഒരു മനുഷ്യൻ ജീവൻ ഒടുക്കിയത്, മനം നൊന്തിട്ട്. കാരണം അത്രയ്ക്കും ദുഃഖം സഹിക്കാൻ വയ്യാതെ ആയിരിക്കുമല്ലോ ഒരാൾ മരണത്തേക്ക് പോവുക. അപ്പോൾ ശരിക്കും അങ്ങനെയൊക്കെ ചെയ്യേണ്ടതാണ്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെയുള്ളൊരു എന്താ പറയുക, ശിക്ഷയാണെങ്കിലും അതുപോലെ അങ്ങനെയുള്ള ഒരു നിയമങ്ങളൊക്കെ വരണം. എന്നാലാണ് ഇതുപോലെയുള്ള പെണ്ണുങ്ങൾ സെൽഫി തൂക്കിയിട്ട് അവിടെ ഇവിടെ മുട്ടിച്ച് നടക്കാതിരിക്കുള്ളൂ. എനിക്ക് ഇപ്പോഴും അതെ, ആ വീഡിയോ കാണുമ്പോൾ അവൾക്ക് കൈ ആ ശരീരത്തിൽ ആ ഫ്രണ്ടിൽ തട്ടുമ്പോൾ ഏതൊരു അന്യ പുരുഷനാണോ ആരെങ്കിലും ആയിക്കോട്ടെ തട്ടിക്കഴിഞ്ഞാൽ ഏതൊരു പെണ്ണാണെങ്കിലും പെട്ടെന്നൊന്ന് പിന്നിക്ക് മാറും. അല്ലാന്നുണ്ടെങ്കിൽ ആ മുഖത്തൊരു എക്സ്പ്രഷൻ വരും അവർക്ക്, അയ്യോ എന്നുള്ളത്. അതായത് ഇഷ്ടമില്ലാതെയാണല്ലോ തൊടുന്നത്. അപ്പോൾ അവൾക്ക് തൊടുന്നത് ഇഷ്ടമായത് കൊണ്ടാണല്ലോ വീണ്ടും വീണ്ടും പോയി മുട്ടി നിൽക്കുന്നത്. എന്നിട്ട് അവളുടെ മുഖത്തുള്ള ആ ഒരു പുഞ്ചിരി കണ്ടോ, എനിക്ക് നല്ലൊരു കണ്ടന്റ് കിട്ടി, എനിക്ക് കുറേ വ്യൂസ് കിട്ടും, ആ ഒരു എന്താണ് മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. ആ പെണ്ണിനെ ഒന്നും ഒരിക്കലും വെറുതെ വിടരുത്. അവൾക്ക് ഇനി സോഷ്യൽ മീഡിയയിൽ ഒന്നും ഉപയോഗിക്കാൻ പറ്റാത്ത വിധത്തിൽ അവളെ പൂട്ടണം എന്നേ പറയാനുള്ളൂ. അത്രത്തോളം വിഷമം വരികയാണ് അവരുടെ അച്ഛൻ്റെയും അമ്മയുടെയും ആ വിഷമം. പിന്നെ ആ ഒരു മനുഷ്യനാണെങ്കിൽ എത്രത്തോളം ഒതുങ്ങിയ നിൽക്കണതെന്ന് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. കാരണം അവൾ സൈഡിൽ നിന്നും വീഡിയോ എടുത്തിട്ടുണ്ട്, പിന്നെ ബാക്കിൽ വന്നും വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ ഒരു കയ്യിലുള്ള ഒരു കവറ് അത് ലിഫ്റ്റ് ചെയ്യുന്ന സമയത്താണ് ഒന്ന് കൈ തട്ടണത്. പിന്നെ ഒന്നാമത് നമുക്കറിയാലോ നമ്മുടെ ബസ്സിൽ എത്രയും സ്ഥലമുണ്ട്. അപ്പോൾ ഇവളാണെങ്കിൽ ഇത്ര ബാക്കിൽ കുറച്ചുകൂടെ അവൾക്ക് പിന്നാലെ നിൽക്കാം. എന്നിട്ട് അവൾ വേണം വെച്ച് അവളാണ് പോയി മുട്ടി നിൽക്കുന്നത്, ബാക്കിൽ സ്ഥലം ഉണ്ടായിട്ട് പോലും. കാരണം അവളിങ്ങനെ ചെരിഞ്ഞ് നിൽക്കുമ്പോൾ അത്രയും സ്ഥലം അവൾക്കുണ്ട്. അവളിങ്ങനെ നേരെ ഡ്രൈവറെ നോക്കി നിൽക്കുകയാണെന്ന് പറഞ്ഞാൽ അയാൾ തട്ടൂല്ല, ഒന്നുമില്ല. അപ്പോൾ അവൾ വേണം വെച്ച് തട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സൈഡ് ചെരിഞ്ഞ് നിൽക്കുന്നത്. അവൾ കറക്റ്റ് അയാളുടെ പിന്നാലെ ആണെങ്കിൽ അയാൾക്ക് ഒന്നും മുട്ടാനോ തട്ടാനോ ഒന്നും പറ്റില്ല. അപ്പോൾ അവൾക്ക് വേണം വെച്ച് മുട്ടണം എന്നുള്ള ഒറ്റ കരുതലോട് കൂടി കരുതി കൂട്ടി ഇറങ്ങിയതാണ് ആ വൃത്തികെട്ടവൾ. എന്നാലും പെണ്ണുങ്ങൾക്ക് തന്നെ അപമാനം എന്ന് പറയില്ലേ, അതാണ് ഈ ജന്മമൊക്കെ. നമുക്ക് തന്നെ ഒരു പെണ്ണാണെന്ന് പറയുമ്പോൾ ഓർക്കുമ്പോൾ തന്നെ ഈ പെണ്ണിനെ കുറിച്ച് ഓർക്കുമ്പോൾ എന്താ അപമാനം തോന്നുകയാണ് സത്യം പറഞ്ഞാൽ. ഈശ്വര, ഇതിൻ്റെ കുടുംബത്തിലുള്ളവരൊക്കെ എങ്ങനെ ഇതിനെ സഹിക്കണമെന്ന് അറിഞ്ഞൂടാ. അവിടെ പഞ്ചായത്ത് മെമ്പറായിരുന്നു അത്ര അത്. ഈശ്വര, ആ പഞ്ചായത്തിലൊക്കെ എന്തായിരിക്കും നടന്നിട്ടുണ്ടാവുക, ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ തട്ടമിട്ടിട്ട് അവൾ വലിയ ഒന്നും പറയേണ്ട, തട്ടത്തിനുള്ളിലെ താടക പറയില്ലേ, ഞാൻ അതാണ് വീഡിയോയിൽ ഇട്ടിരിക്കുന്നത്. സത്യം, തട്ടം മറച്ച് പിടിച്ച് വലിയ ആളായിട്ട് കുലസ്ത്രീയായിട്ട് വന്ന് നിന്നിട്ട് അവിടെ ഇവിടെ മുട്ടിക്കലാണ് അവളുടെ പണി. ഇത്രയും വൃത്തികെട്ടൊരു പെണ്ണിനെ ലോകത്ത് കണ്ടിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ എന്തായാലും ഇത് തേഞ്ഞു മാഞ്ഞു പോവാതിരിക്കാൻ നിങ്ങൾ ഇനി വീഡിയോ ഇട്ടുകൊണ്ട് തന്നെ ഇരിക്കുക. കാരണം 2-3 ദിവസം കഴിഞ്ഞാൽ ഇതിൻ്റെ ചൂടാറാൻ പാടില്ല. ആ പെണ്ണിനെ എങ്ങനെയെങ്കിലും പോലീസിനെ കൊണ്ട് പിടിപ്പിച്ച് അവൾക്ക് വേണ്ട ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം നമ്മളെല്ലാവരും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും വീഡിയോ ഇടുന്നത്. നിങ്ങളും ആരും ആ ഒരു വീഡിയോ ഒന്നും നിർത്തരുത്. നമുക്ക് അവൾ ജയിലിലാവണത് വരെ നമുക്ക് ഇത് തുടർന്നുകൊണ്ടേ ഇരിക്കണം. അത്രേ പറയാനുള്ളൂ. താങ്ക് യു.